ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് സർവകലാശാലകളോട് വീണ്ടും ആവർത്തിച്ചു ഗവർണർ രാജേന്ദ്ര അർലേക്കർ. സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടായി നൽകണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിപാടി സംഘടിപ്പിക്കാൻ പാടില്ലെന്ന് കാണിച്ചു പ്രിൻസിപ്പൽമാർക്ക് കത്ത് നൽകാനാണ് സർക്കാർ തീരുമാനം. ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ആവശ്യം 2021-ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. സംഘപരിവാർ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന വിമർശനം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. സർവകലാശാലകളിലും ഇത് ആചരിക്കണമെന്നാണ് BJP നിയോഗിച്ച ചാൻസലർമാരുടെ ചുമതലയുള്ള ഗവർണർമാർ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ സർവകലാശാലകളിൽ പരിപാടി നടത്തണമെന്ന ആവശ്യം ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുന്നോട്ട് വെച്ചിരുന്നു. വലിയ വിമർശനങ്ങളുണ്ടായെങ്കിലും പരിപാടി നടത്തണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ് ചാൻസലർ. എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചുവെന്ന് അറിയിക്കണമെന്നും രാജ്ഭവൻ നൽകിയ കത്തിൽ പറയുന്നുണ്ട്. ഗവർണറുടെ തീരുമാനത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ അജണ്ട കേരളത്തിലെ ഗവർണർ നടപ്പാക്കരുത്. നടപ്പാക്കിയാൽ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും. പ്രതിപക്ഷം അതിശക്തിയായിട്ട് എതിർക്കും. സർക്കാരും ഒരു തരത്തിലും പിന്നോട്ടില്ല. പരിപാടി സംഘടിപ്പിക്കരുതെന്ന് കാട്ടി കോളേജ് പ്രിൻസിപ്പൽമാർക്ക് കത്ത് നൽകാനാണ് സർക്കാർ നീക്കം. അതിനിടെ വിഭജന ഭീതി ദിനം ആചരിക്കാൻ KTU PRO പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകി. VCയുടെ നിർദ്ദേശപ്രകാരമാണ് കത്തെന്നും PRO വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.